2-3 ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചിരുന്നു ടെമ്പോയെക്കുറിച്ചും താളത്തിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമേ ടെമ്പോയെക്കുറിച്ച് പറയാം. ടെമ്പോ എന്ന് സൂചിപ്പിക്കുന്നത് 1 മിനിറ്റിൽ എത്ര ബീറ്റ് കിട്ടുന്നു, അതായത് ബീറ്റ് പെർ മിനിറ്റ്. അതാണ് ടെമ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാമ്പിൾ, ക്വാർട്ടർ നോട്ട് = 60 എന്നാൽ 1 മിനിറ്റിൽ 60 ബീറ്റ് കിട്ടണം. അതായത് 1 സെക്കൻഡിൽ 1 ബീറ്റ് എന്ന രീതിയിൽ ക്വാർട്ടർ നോട്ടിന് 1 ബീറ്റ് എന്ന രീതിയിൽ 60 ബീറ്റ് കിട്ടണം. ക്വാർട്ടർ നോട്ട് = 90 ആണെങ്കിൽ 1 സെക്കൻഡിൽ 1.5 ബീറ്റ് വീതം കിട്ടും. അതായത് ടോട്ടൽ 1 മിനിറ്റിനുള്ളിൽ 90 ബീറ്റ്സ് നമുക്ക് ക്വാർട്ടർ നോട്ടിന് കിട്ടും. ക്വാർട്ടർ നോട്ട് = 120 ആണ് ടെമ്പോ എങ്കിൽ 1 സെക്കൻഡിൽ 2 ബീറ്റ് വെച്ച് 120 ബീറ്റ് കിട്ടും. സിംഫണി പോലെയുള്ള സംഗീതത്തിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള ടെമ്പോ വേരിയേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റാലിയൻ വേർഡായിട്ടുള്ള അഡാജിയോ, അൻഡാൻറ്റെ, മോഡറേറ്റോ, അലിഗ്രോ എന്നീ പറയപ്പെടുന്ന വാക്കുകളാണ് സ്പീഡിനായിട്ട് മ്യൂസിക്കിൽ ഉപയോഗിക്കാറുള്ളത്. ഇനി താളത്തിലേക്ക് വരാം. ടൈം സിഗ്നേച്ചർ അല്ലെങ്കിൽ മീറ്റർ എന്നാണ് വെസ്റ്റേൺ മ്യൂസിക്കിൽ പറയാറ്. സാധാരണ കണ്ടുവരാറുള്ള 4/4, 3/4, 2/2, 2/4 എന്നിങ്ങനെയുള്ള ടൈം സിഗ്നേച്ചേഴ്സ് ഉണ്ട്. 4/4ൽ മുകളിലത്തെ 4 ഉദ്ദേശിക്കുന്നത് ഒരു മെഷറിനുള്ളിൽ എത്ര ബീറ്റ്സ് ഉണ്ടാവണം. 4ന്റെ കാര്യത്തിലാണ് 4 ബീറ്റ്സ് ഉണ്ടാവണം. പക്ഷെങ്കിൽ താഴത്തെ 4 ഉദ്ദേശിക്കുന്നത് ക്വാർട്ടർ നോട്ടിനെയാണ്. ക്വാർട്ടർ നോട്ടിന് 1 ബീറ്റ് എന്ന രീതിയിൽ ഒരു മെഷറിനുള്ളിൽ 4 ബീറ്റ് വന്നു കഴിഞ്ഞാൽ അത് 4/4ഉം, ക്വാർട്ടർ നോട്ടിന് 1 ബീറ്റ് എന്ന രീതിയിൽ 3 ബീറ്റ് വന്നു കഴിഞ്ഞാൽ അത് 3/4 ആവും. അതുപോലെ 2 ബീറ്റേ ഉള്ളെങ്കിൽ 2/4 ആവും. പക്ഷെങ്കിൽ 2/2 എന്ന മീറ്ററിൽ താഴത്തെ 2 മീൻ ചെയ്യുന്നത് ഹാഫ് നോട്ടിന് 1 കൗണ്ട്. അങ്ങനെ 2 കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു മെഷർ കംപ്ലീറ്റ് ആവും. പിന്നീട് നാം കണ്ടുവരാറുള്ളത് 5/8, 6/8, 7/8, 9/8 എന്നിങ്ങനെയുള്ള മീറ്ററുകളാണ്. ഇവയിൽ 8 സൂചിപ്പിക്കുന്നത് 8th നോട്ടിന് 1 കൗണ്ട് എന്ന രീതിയിലാണ്. 8th നോട്ടിന് 1 കൗണ്ട് എന്ന രീതിയിൽ 5 ബീറ്റ്സ് വന്നു കഴിഞ്ഞാൽ 5/8 ആവും. 6 ബീറ്റ് വന്നാൽ 6/8 ആവും. 7 ബീറ്റ് വന്നു കഴിഞ്ഞാൽ 7/8 ആവും. 9 ബീറ്റ് വന്നു കഴിഞ്ഞാൽ 9/8 ആവും. പിന്നീടുള്ളത് 3/16, 4/16, 8/16 ഒക്കെയാണ്. 16 ഉപയോഗിക്കുന്നത് 16th നോട്ടിന് 1 കൗണ്ട് എന്ന രീതിയിലാണ്. 16th ബീറ്റിന് 1 കൗണ്ട് എന്ന രീതിയിൽ 3 ബീറ്റ് വന്നു കഴിഞ്ഞാൽ 3/16 ആവും. 4 ബീറ്റ് വന്നു കഴിഞ്ഞാൽ 4/16 ആവും. 5 ബീറ്റ് വന്നാൽ 5/16 ആവും. 6/8ന്റെ കാര്യത്തിൽ നമുക്കറിയാം 1 2 3 1 2 3 എന്ന രീതിയിലാണ് വരുന്നത്. 3 നോട്ടിന്റെ ഓരോ ഗ്രൂപ്പ് വീതമാണ് വരുന്നത്. 9/8ന്റെ കാര്യത്തിലാണെങ്കിൽ 1 2 3 1 2 3 1 2 3. 12/8ന്റെ കാര്യത്തിലാണെങ്കിൽ 1 2 3 1 2 3 1 2 3 1 2 3 എന്നിങ്ങനെയുള്ള ഈ താളത്തിനെ നമ്മൾ വിളിക്കുന്നത് കോമ്പൗണ്ട് മീറ്റർ എന്നാണ് പറയാറ്. 5/8, 7/8 എന്നിങ്ങനെയുള്ള മീറ്ററുകളെ നമ്മൾ കോംപ്ലക്സ് മീറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 1 2 1 2 3 1 2 1 2 3 അത് 5/8 ആണ്. 1 2 3 1 2 3 4 1 2 3 1 2 3 4 ഇത് 7/8 ആണ്. പിന്നീടുള്ളത് മിക്സഡ് മീറ്ററുകളാണ്. അതായത് ഒരു സംഗീതത്തിൽ തന്നെ പല രീതിയിലുള്ള മീറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് എക്സാമ്പിൾ, അമരത്തിലെ പുലരേ പൂന്തോണിയിൽ ഇതിൽ പല മീറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 3/4, 4/4 ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 6/8 ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.